ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. അപ്പം നമുക്ക് ഫേസ്ബുക്കിലൂടെ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലേ. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതായത് ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മുടെ പേജിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുന്നതായിരിക്കും ബെസ്റ്റ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഫേസ്ബുക്കിലെ മോണിറ്റൈസേഷൻ ടൂളുകളിൽ ഒന്നായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ ടൂള് നമുക്ക് എങ്ങനെ എനേബിൾ ചെയ്യാം എന്നതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പം അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് മോണിറ്റൈസേഷൻ എന്നത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് അവൈലബിൾ ടു സെറ്റപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിനകത്ത് നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഇത് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ സ്റ്റാർ, കണ്ടന്റ് മോണിറ്റൈസേഷൻ, സ്റ്റോർ ഫ്രണ്ട് തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്ക് ഇതുവരെ എനേബിൾ ആയിട്ടില്ല. ഈ സബ്സ്ക്രിപ്ഷൻ എന്തെന്ന് വെച്ചാൽ നമ്മളുടെ യൂട്യൂബിലൊക്കെ നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു ജോയിൻ ബട്ടൺ കാണുന്നതായിരിക്കും. നമ്മുടെ ഏതെങ്കിലും ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബർമാരുടെ അവരുടെ ചാനൽ നോക്കാന്നുണ്ടെങ്കിൽ അവിടെ ഒരു ജോയിൻ ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അല്ലേ. ആ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് തുടങ്ങി നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലേ. അത്തരത്തിലുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈസയൊക്കെ അവർ സബ്സ്ക്രൈബ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കുറച്ചും കൂടെ പ്രിവിലേജ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം സാധാരണ സബ്സ്ക്രൈബേഴ്സ്, ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ സാധാരണ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ വീഡിയോ ചെയ്യും, അവരിടുന്ന കമൻസ് ഒക്കെ കാണും ഒക്കെയല്ലേ ചെയ്യുന്നത്. അവർ ജോയിൻ ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതിനുവേണ്ടിയാണ് അവർ ആ പേയ്മെൻറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എഡ്യൂക്കേഷൻ ചാനലൊക്കെയാണ് നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ഈ ജോയിൻ ചെയ്യുക എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഡൗട്ടൊക്കെ വരുമ്പം സാധാരണ സബ്സ്ക്രൈബർക്ക് കൊടുക്കുന്നതിനേക്കാൾ പ്രിവിലേജ് ആ ഒരു ജോയിൻ ചെയ്ത മെമ്പറിന് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരത്തിലുള്ള പ്രിവിലേജ് ഒക്കെ ആ ഒരു മെമ്പർക്ക് നേടാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് ഈ ഫേസ്ബുക്കിലും. അപ്പോൾ നമ്മളിവിടെ സബ്സ്ക്രിപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാന്നുണ്ടെങ്കിൽ അവിടെ അത് ജോയിൻ ചെയ്യുന്ന വ്യക്തികൾക്ക് നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ അല്ലേ. അതേപോലെ നമുക്കും ഓരോന്നും ഇതുപോലെ സബ്സ്ക്രിപ്ഷനോടെ സെറ്റപ്പ് ചെയ്ത് വെക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പേജൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, ഫേസ്ബുക്ക് പേജ് ഇഷ്ടപ്പെടുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും അതനുസരിച്ച് അവർക്ക് നമ്മളുമായിട്ട് കൂടുതൽ ക്ലോസ് ആയിരിക്കാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ സെറ്റപ്പ് എന്നത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ പേര്, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ കൺട്രി, അതുപോലെ എഡിറ്റ് ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ. പിന്നീട് ഇവിടെ സബ്സ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് എന്നതുണ്ട്. അവിടെ മന്ത്ലി പ്രൈസ് എന്ന് പറയുന്നത് 89 റെക്കമെൻഡായി കിടക്കുകയാണ്. അത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് എമൗണ്ട് വേണമെന്നുള്ളത് ഇവിടെ ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ തൽക്കാലം 89 രൂപ തന്നെ ചൂസ് ചെയ്യുകയാണ്. എന്നിട്ട് താഴോട്ട് നോക്കാമെങ്കിൽ അഡീഷണൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നതിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ബെനിഫിറ്റാണോ അവർക്ക് കൊടുക്കാൻ പോകുന്നത്, അത് സബ്സ്ക്രൈബ് ചെയ്ത് വരുന്ന വ്യക്തികൾക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കിടയിൽ നിന്ന് ടിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്നത് ക്ലിക്ക് ചെയ്യാം. അതുപോലെ ഡിസ്കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രോഡക്റ്റ് ഒക്കെ നിങ്ങളുടെ ഈ ഒരു പേജിലൂടെ വിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി, നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് വന്ന വ്യക്തികൾക്ക് വേണ്ടി എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പേജാണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. അതുപോലെ ലൈവ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് ലൈവ് വീഡിയോസ് ഇവർക്ക് വേണ്ടി മാത്രം നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് ഈ ലൈവ് വീഡിയോസ് ചെയ്യാൻ പറ്റും. പിന്നെ സബ്സ്ക്രിപ്ഷൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ വേണമെങ്കിൽ അത് പറ്റും. അതുപോലെ റെക്കഗ്നേഷൻ പോസ്റ്റ്, ഹൈലൈറ്റ് കമൻറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നത് അത് നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റും. എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ചെയ്യാം. എന്നിട്ടിവിടെ അപ്ഡേറ്റ് എന്നത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ അതും സബ്സ്ക്രൈബർ ബെനിഫിറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ അക്സെപ്റ്റ് ടേംസ് എന്നതാണ്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് സെറ്റപ്പായി വരാൻ ഇച്ചിരി സമയമെടുക്കും. അതൊന്ന് സെറ്റപ്പായി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നതാണ് നമ്മളിപ്പോൾ സബ്സ്ക്രിപ്ഷന് വേണ്ടി അപ്ലൈ ചെയ്തത് അവർ
വ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അത് എനേബിൾ ആക്കി തരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്കത് ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടെ മോണിറ്റൈസേഷൻ എന്നതിനൊന്ന് നോക്കാമെന്നുണ്ടെങ്കിൽ യുവർ ടൂൾസിനകത്ത് ഓൾറെഡി എല്ലാവർക്കും കിട്ടുന്ന പാർട്ണർഷിപ്പ് ആണ്. അതുപോലെ ഇൻ റിവ്യൂവിനകത്താണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ താഴോട്ട് നോക്കാമെങ്കിൽ നോട്ട് യെറ്റ് എലിജിബിൾ എന്ന് പറയുന്നതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് എനേബിളായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യുവർ ടൂൾസ് എന്നതിനകത്ത് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് റിവ്യൂവിലാണ്. ഇനി എന്താവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഓക്കെ, അപ്പോൾ അത് എനേബിളായി കിട്ടുമ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ നമുക്ക് അന്നേരം ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.